Hi there, welcome to another video. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലെ കമൻറ്റ് ബോക്സിൽ ധാരാളം ആളുകൾ നമ്മുടെ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം ഇതായിരുന്നു, വർക്ക് പ്ലേസ് ഇംഗ്ലീഷ്. ജോലി സ്ഥലത്ത് സംസാരിക്കാൻ പറ്റുന്ന വാചകങ്ങൾ, സ്റ്റൈല്, രീതികളൊക്കെ പഠിപ്പിക്കാമെന്നാണ്. അപ്പോൾ ഇനിയുള്ള പല വീഡിയോസിലും നമ്മൾ അത്തരം കാര്യങ്ങൾ, അതുപോലെ IELTS പോലത്തെ കാര്യങ്ങളും കൂടി നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വർക്ക് പ്ലേസ് ഇംഗ്ലീഷ്, അപ്പോൾ നമ്മൾ ഇത് പല രീതിയിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഞാനൊരു 10 വാചകങ്ങളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് സാധാരണയായിട്ട് യൂസ് ചെയ്യേണ്ടി വരാറുള്ള ഒരു 10 വാചകങ്ങളും അതിൻ്റെ സാഹചര്യം അർത്ഥമൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വർക്ക് പ്ലേസ് ഇംഗ്ലീഷ്. ജോലി സ്ഥലത്ത് നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷുകളാണ് നമ്മൾ ഇനി മുതൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് 10 വാചകങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനിയും ധാരാളം വീഡിയോസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ്. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ. എക്സ്ക്യൂസ് മീ, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ്. എന്നെ ഒന്ന് സഹായിക്കാമോ, ഇതൊന്ന് നോക്കൂ, ഈ സിസ്റ്റം എററാണ്, ഈ ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹെൽപ്പ് നമ്മുടെ കോവർക്കേഴ്സിനോടും അതുപോലെ സ്ഥാപനത്തിലുള്ള ആളുകളോടൊക്കെ നമ്മൾ ഹെൽപ്പ് ചോദിക്കാറുണ്ട്. ഈ ഡോർ ജാമായി പോയിട്ടുണ്ട്, ഇത് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അത് അത്തരം വാചകങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ്, ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്നാണ് ഒന്നാമത്തെ വാചകം. അതുപോലെ തന്നെ അടുത്ത വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഐ എം സോറി ഐ കാൻ ക്യാച്ച് യു. ഐ എം സോറി ഐ കാൻ ക്യാച്ച് യു. ഐ കാൺ അണ്ടർസ്റ്റാൻഡ് യു എന്നും പറയാൻ പറ്റും. ഐ എം സോറി ഐ കാൺ ക്യാച്ച് യു ഓർ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. സോറി കേട്ടോ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും, എന്താണ് ഇത് ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. സോറി ഐ കാൺ ക്യാച്ച് യു, ഐ കാൺ അണ്ടർസ്റ്റാൻഡ് യു. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെന്നതാണ്, അപ്പോൾ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾ നമുക്കിങ്ങനെ സിസ്റ്റത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്, കാണിച്ചു തരാണ്. പക്ഷേ നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ജോലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന രീതിയാണ് സോറി ഐ കാൺ ക്യാച്ച് യു. നിങ്ങൾ പറയുന്നത് എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോറി ഐ കാൺ ഫോളോ യു. നിങ്ങൾ പറയുന്നത് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. സോറി ഐ കാൺ അണ്ടർസ്റ്റാൻഡ് യു. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം 3 രീതിയിൽ പറയാൻ പറ്റും. സോറി ഐ ക്യാൻ ക്യാച്ച് യു. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോറി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോറി ഐ കാൺ ഫോളോ യു. നിങ്ങൾ പറയുന്നത് എനിക്ക് ഫോളോ ചെയ്ത് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ രീതിയിലും പറയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ വല്ലാതെ ആ ജോലിയിൽ പ്രയാസപ്പെടുന്നത് കണ്ടു, അയാൾക്ക് അത് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ എങ്ങനെയാണ് അത് ചോദിക്കുക? ഈസ് ദർ എനിത്തിങ് ഐ ക്യാൻ ഡു ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇത് റിസപ്ഷനിൽ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റിനും ചോദിക്കാൻ പറ്റുന്നൊരു വാചകമാണ് കേട്ടോ. ഈസ് ദർ എനിത്തിങ് ഐ ക്യാൻ ഡു ഫോർ യു. സാർ, ഇനി ഞാൻ എന്തെങ്കിലും താങ്കൾക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ താങ്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഏത് സാഹചര്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റും, ഈസ് ദർ എനിത്തിങ് ഐ ക്യാൻ ഡു ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഇനി ചെയ്യേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഈസ് ദർ എനിത്തിങ് ഐ ക്യാൻ ഡു ഫോർ യു. ഇങ്ങനെയും പറയാന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ക്യാൻ യു പാസ് മീ ദ ഡോക്യുമെന്റ്സ്. ക്യാൻ യു പാസ് മീ ദ ഡോക്യുമെന്റ്സ്. ആ ഡോക്യുമെന്റ്സ് ഒന്ന് ഇങ്ങോട്ട് തരാമോ. നേരിട്ട് തരുന്നതാക്കാം, അയച്ചു കൊടുക്കുന്നതാവാം, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. എൻ്റെ അടുത്തേക്ക് ആ ഡോക്യുമെന്റ് ഒന്ന് ഇങ്ങോട്ട് പാസ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് ഒന്ന് തരാമോ എന്ന് ചോദിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നിന്നുള്ള ഫയൽ വാങ്ങിക്കുന്നതായിരിക്കാം, നമ്മൾ ഇമെയിൽ ത്രൂ വാങ്ങിക്കുന്നതായിരിക്കാം. അപ്പം എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ സെയിം ഡയലോഗ് പറയാൻ പറ്റുന്നതാണ്. ക്യാൻ യു പാസ് മീ ദ ഡോക്യുമെന്റ്സ്. ആ ഡോക്യുമെന്റ്സ് ഒന്ന് തരാമോ. നമ്മുടെ ഒരു മൊബൈൽ ഇങ്ങോട്ട് ചോദിക്കണം. നമ്മുടെ മൊബൈൽ ഒരാൾക്ക് കോൾ ചെയ്യാൻ കൊടുത്തു, തിരിച്ചു ചോദിക്കുന്ന രീതിയാണെങ്കിലും ഇങ്ങനെയാണ്, ക്യാൻ യു പാസ് മീ മൈ മൊബൈൽ ഫോൺ. ക്യാൻ യു പാസ് മീ മൊബൈൽ ഫോൺ. എൻ്റെ മൊബൈൽ ഫോൺ ഒന്ന് ഇങ്ങോട്ട് തരാമോ, ആ മൊബൈൽ ഫോൺ ഒന്ന് എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് തരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, ക്യാൻ യു പാസ് മീ ദ മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ക്യാൻ യു പാസ് മീ മൈ മൊബൈൽ ഫോൺ എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ക്യാൻ യു പാസ് മീ ദ ഡോക്യുമെന്റ്സ്. ആ ഡോക്യുമെന്റ്സ് ഇങ്ങോട്ടൊന്ന് തരാമോ. ക്യാൻ യു പാസ് മീ ദ പെൻ. ആ പെൻ ഇങ്ങോട്ടൊന്ന് തരാമോ. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്, അദ്ദേഹം ലഞ്ച് ബ്രേക്കിനായിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ ആ സ്റ്റാള് അല്ലെങ്കിൽ ആ ഓഫീസ് നമ്മളോടൊന്ന് നോക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ നമ്മൾ മറുപടി പറയാണ്, ഓക്കെ ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്.
ഓക്കെ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഇത് ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ നോക്കിക്കോളാം, നീ പഠിക്കേണ്ട, ഭക്ഷണം കഴിച്ചിട്ട് വന്നോളൂ. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഞാനത് നോക്കിക്കോളാം. ഇത് ഈ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, നമ്മുടെ അടുത്തൊരു കുട്ടീനെ ഏൽപ്പിച്ചിട്ട് ഒരാൾ ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഓക്കെ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഹിം, ഞാൻ അവനെ നോക്കിക്കോളാം എന്ന് പറയാം. നമ്മുടെ ബാഗ് അവിടെ വെച്ചിട്ട് ഒന്ന് നോക്കിക്കോണേ എന്ന് പറയാണ്. ഓക്കെ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ഞാനത് നോക്കിക്കോളാം എന്ന് പറയാം. അയാളുടെ ഫോണ് നമ്മളെ ഏൽപ്പിച്ചിട്ട് പറയാണ്, ഞാനൊന്ന് കൈ കഴുകട്ടെ, ഇതൊന്ന് പിടിക്കാമോ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ഞാനിത് നോക്കിക്കോളാം എന്ന് പറയാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് പറയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരാൾ ആദ്യമായിട്ട് അവിടെ വന്നതാണ്, അപ്പൊ അയാൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് അറിയില്ലല്ലോ, അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ എന്ന് പറയാണ്. ഇതിപ്പോൾ ആ സാഹചര്യത്തിൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലയന്റിന് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടോ എന്ന് അറിയില്ലല്ലോ, അപ്പൊ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മടിക്കരുത് എന്ന് പറയുന്ന ഒരു ശൈലിയാണെങ്കിൽ ഇങ്ങനെയാണ്, പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനിത്തിങ്. പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനിത്തിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ. പ്ലീസ് ലെറ്റ് മീ നോ, എന്നെ അറിയിക്കണേ. ഇഫ് യു നീഡ് എനിത്തിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ. പ്ലീസ് ലെറ്റ് മീ നോ, എന്നെ അറിയിക്കണേ. ഇഫ് യു നീഡ് എനിത്തിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു ജോലി ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരാം, പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു തരാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാവുന്നില്ല, അപ്പോൾ നമ്മളത് ചെയ്തിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ആ ട്രെയിൻ ചെയ്യുന്ന ആളോട് നമ്മൾ ചോദിക്കുകയാണ്, ക്യാൻ യു ഷോ മീ ഹൗ ടു ഡു ദിസ്? ക്യാൻ യു ഷോ മീ ഹൗ ടു ഡു ദിസ്? ഇതെങ്ങനെയാണ് ചെയ്യുക എന്നൊന്ന് പഠിപ്പിച്ചു തരാൻ പറ്റുമോ, ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എനിക്ക് കാണിച്ചു തന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം. ക്യാൻ യു ഷോ മീ ഹൗ ടു ഡു ദിസ്? ക്യാൻ യു ഷോ മീ ഹൗ ടു ഡു ദിസ്? ഇനി ഒന്നുകൂടി പരിഷ്കരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പറയാം ഈ സെന്റൻസ്, ക്യാൻ യു ഷോ മീ ഹൗ ടു ഹാൻഡിൽ ദിസ്? ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ക്യാൻ യു ഷോ മീ ഹൗ ടു ഹാൻഡിൽ ദിസ് തിങ്? ഈ തിങ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാമെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ക്യാൻ യു ഷോ മീ ഹൗ ടു ഡു ദിസ്? ഇതെങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ക്യാൻ യു ഷോ മീ ഹൗ ടു ഓപ്പറേറ്റ് ദിസ്? ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കാമെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും. ക്യാൻ യു ഷോ മീ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരാളോട് ഒരു സഹായം ചോദിക്കുകയാണ്, നമ്മളൊരു കാര്യം എടുത്തു പൊക്കാനോ ഒരു കാര്യം മൂവ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ക്യാൻ യു ഗിവ് മീ ഹാൻഡ്? എന്നെ ഒരു കൈ സഹായിക്കാമോ? ക്യാൻ യു ഗിവ് മീ ഹാൻഡ്? എന്നെ ഒരു കൈ സഹായിക്കാമോ? ക്യാൻ യു ഗിവ് മീ ഹാൻഡ്? എന്നെ ഒരു കൈ സഹായിക്കാമോ? ഇത് എടുത്തു പൊക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ ഉള്ളത്. ക്യാൻ യു ഗിവ് മീ ഹാൻഡ്? എന്നെ ഒരു കൈ സഹായിക്കാമോ? അതുപോലെ തന്നെ നമ്മൾ ഒരാളെങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരാളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളെ വേറൊരാളെ ഏൽപ്പിച്ചിട്ട് നമുക്കൊന്ന് പുറത്തു പോയി വരണം. അപ്പോൾ നമ്മുടെ ഒരു കൊളീഗിനെ നമ്മൾ ഏൽപ്പിച്ചു, ക്യാൻ യു ഹാൻഡിൽ ഹിം ഫോർ എ വൈൽ? ക്യാൻ യു ഹാൻഡിൽ ഹിം ഫോർ എ വൈൽ? അദ്ദേഹത്തെ കുറച്ച് നേരം ഒന്ന് കൈകാര്യം ചെയ്യാമോ, ഒന്ന് നോക്കാമോ എന്നുള്ള രീതിയൊക്കെയാണ്. ക്യാൻ യു ഹാൻഡിൽ ഹിം ഫോർ എ വൈൽ? കുറച്ച് നേരം നിങ്ങൾ അദ്ദേഹത്തിനെ ഒന്ന് കൈകാര്യം ചെയ്യുമോ? അതുപോലെ അദ്ദേഹം മാറ്റിയിട്ട് നിങ്ങൾ ഇത് കുറച്ച് നേരത്തിനൊന്ന് കൈകാര്യം ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സെയിം ആണ്. ക്യാൻ യു ഹാൻഡിൽ ദിസ് ഫോർ എ വൈൽ? കുറച്ച് നേരത്തിന് ഇതൊന്ന് ഹാൻഡിൽ ചെയ്യാമോ? ഇതിന്റെ സ്വിച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇതിന്റെ മീറ്റർ ഗേജ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇതിന്റെ ബൾബ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്യാൻ യു ഹാൻഡിൽ ദിസ് ഫോർ എ വൈൽ? ഫോർ എ വൈൽ എന്ന് പറഞ്ഞാൽ ഒരു അല്പസമയത്തേക്ക്. അപ്പോൾ ക്യാൻ യു ഹാൻഡിൽ ഹിം ഫോർ എ വൈൽ? കുറച്ച് നേരത്തേക്ക് അയാളെ ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഹാൻഡിൽ ദിസ് ഫോർ എ വൈൽ? ഇത് കുറച്ച് നേരത്തേക്ക് ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു കാര്യം ഏൽപ്പിച്ചു, ഒന്നെങ്കിൽ റിപ്പയർ ചെയ്യാനോ എന്തെങ്കിലും ഡോക്യുമെന്റ് വർക്കിനൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് റെഡി ആയോ എന്ന് ചോദിക്കുമ്പോൾ ആ ആള് നമ്മളോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്, അത് റെഡി ആയാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. അത് റെഡി ആയാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. നമുക്കൊക്കെ ഇത് പറയേണ്ടി വരാം. അപ്പൊ എങ്ങനെയാണിത് പറയാം? റെഡി ആയാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഐ വിൽ ഇൻഫോം യു വെൻ ഇറ്റ് റെഡി. ഐ വിൽ ഇൻഫോം യു വെൻ ഇറ്റ് റെഡി. അത് റെഡി ആകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഐ വിൽ ലെറ്റ് യു നോ, ഞാൻ നിങ്ങളെ അറിയിക്കാം വെൻ ഇറ്റ് റെഡി, അത് റെഡി ആകുമ്പോൾ. അപ്പൊ രണ്ട് രീതിയിൽ പറയാം. ഐ വിൽ ഇൻഫോം യു വെൻ ഇറ്റ് റെഡി, അത് റെഡി ആകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഐ വിൽ ലെറ്റ് യു നോ, ഞാൻ നിങ്ങളെ അറിയിക്കാം വെൻ ഇറ്റ് റെഡി, അത് റെഡി ആകുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വിളിച്ചറിയിക്കാം. ഐ വിൽ കോൾ യു വെൻ ഇറ്റ് റെഡി, അത് റെഡി ആകുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. ഇങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ ഈ 10 വാചകങ്ങൾ എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു, നിങ്ങളത് മനസ്സിലാക്കി എന്നാണ് വിശ്വസിക്കുന്നത്. ഇതുപോലെ ധാരാളം വാചകങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കൂടെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.